ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ യാത്ര നമ്മൾ കോട്ടയത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഉണ്ട് കേട്ടോ. നമ്മൾ കുറുവലങ്ങാട് പള്ളിയിലും അതുപോലെ ഭരണങ്ങാനും അൽഫോൻസാമ്മയുടെ പള്ളിയിലേക്കായിരുന്നു ഇന്നത്തെ യാത്ര. നമ്മുടെ ഹേദിനെയും കൊണ്ട് എനിക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുള്ള 2 പള്ളികളാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ലോങ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം രാവിലെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ ചെറിയ ചെറിയ ചായക്കടയിൽ നിന്നൊക്കെ ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ആകുമ്പോൾ ഈച്ച് മൊമെൻറ്റും ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നമുക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എത്ര ടൈമോടെ കോട്ടയം എത്തുന്നുള്ള കാൽക്കുലേഷനിലായിരുന്നു കേട്ടോ ബാക്കി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. പിന്നെ അധികം നേരം വിളിക്കാത്തതുകൊണ്ട് വലിയ വെയിലും ചൂടും ബ്ലോക്കും ഒന്നും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് പോകുന്നു കേട്ടോ. നോക്കിയതാ അവസാനം നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. റെസ്റ്റോറൻറ്റ് ലുക്ക് കണ്ടിട്ടാണ് കേട്ടോ ആക്ച്വലി നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ പുറത്തുനിന്നുള്ള ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് കിട്ടാനാണെങ്കിലും അത്യാവശ്യം നല്ല ടൈമിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അധികം ടൗൺ ഏരിയയിലല്ലാത്തൊരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നല്ല കട്ട പോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് എപ്പോഴാ ഫുഡ് വരുന്നതെന്ന് നോക്കി നമ്മൾ ക്ഷമയൊക്കെ നശിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. രാവിലെ കാര്യമായിട്ടൊന്നും തട്ടാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും തന്നെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പോകാൻ ഏറ്റവും ഇൻട്രസ്റ്റ് എൻ്റെ അമ്മയ്ക്കാണ്. സംസാരിക്കാനും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ അമ്മ. അങ്ങനെ കാത്തിരുന്ന അവസാനം ഫുഡ് വന്നു കേട്ടോ. ഫുഡ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര നല്ലതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ആവറേജ് ലെവലായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലോക്കൊക്കെ നോക്കി നമ്മൾ ഉള്ളുവഴിക്കായിരുന്നു കേട്ടോ അധികം പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെയായിരുന്നു പോക്ക്. ഒരുപാട് ബ്ലോക്കുള്ള ടൗൺ ഏരിയസ് അല്ല ഒഴിവാക്കിയിട്ട് നമ്മൾ ഇടവഴി കൂടിയായിരുന്നു കേട്ടോ അത്യാവശ്യം പോയിക്കൊണ്ടിരുന്നത്. ഇത് നമ്മളിതാ പോകുന്ന വഴിക്ക് നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് കണ്ടൊരു സ്പോട്ടാണ് കേട്ടോ. ആക്ച്വലി സ്പോട്ട് കണ്ട് ഭംഗിയിൽ നമ്മൾ വണ്ടി നിർത്തുന്നതാണ് കേട്ടോ. ഹെയ്തനെ കാണിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈബറും സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അനിമൽസിനൊക്കെ ഇവർ സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എല്ലാം തന്നെ സെയിലിനുള്ളതാണ്. പക്ഷെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് റിയലായി കാണുന്ന ഒരു ഫീലിൽ തന്നെ ഇവരെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി നിന്ന് കാണുന്നത് കണ്ടു കേട്ടോ. ആക്ച്വലി ഈ വഴിക്ക് പോകുന്നവർക്കൊക്കെ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഭരണങ്ങാനത്തേക്കായിരുന്നു കേട്ടോ പോകുന്നത്. കാരണം ഞാൻ ഹേതനെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവന് ആരോഗ്യത്തോടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഭരണങ്ങാനം പോകണം. അപ്പം നമ്മളത് അവനൊരു വയസ്സ് ആവാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ അവനെ കൊണ്ട് പോകാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ അവനെ കൊണ്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭരണങ്ങാനം എത്താൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എത്ര ബ്ലോക്ക് ഒഴിവാക്കാൻ നോക്കിയാലും അത്യാവശ്യം സ്ഥലത്തൊക്കെ ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഞാനിവിടെ വന്നത് ഒരുപാട് മുമ്പാണ് കേട്ടോ. പക്ഷേ ഇതാണ് വന്നത് നമുക്ക് ഹേദിന് നേർച്ച കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ അൽഫോൻസാമ്മയുടെ കല്ലറയിൽ ഹേദിൻ്റെ ഒരു ഫോട്ടോ വെച്ച് അവനെ വിഴുത്തി പ്രാർത്ഥിക്കണമെന്നായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ അതായിരുന്നു മെയിനായിട്ട് ഇവിടേക്ക് വരാനുള്ള കാരണം. ചെന്ന് കഴിഞ്ഞ് നമ്മൾ ആദ്യം നമ്മൾ താഴെയുള്ള പള്ളിയിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മേലെ അൽഫോൻസാമ്മയുടെ കല്ലറയിലേക്ക് പോയിരുന്നത്. അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓൾറെഡി കുർബാന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുർബാനയിലൊന്നും നമുക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് 1-2 സ്ഥലത്തും കൂടെ പോകാനുണ്ടായിരുന്നു. നമ്മുടെ കുറുകലങ്ങാട് പള്ളിയിലൊക്കെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ അധികം നേരം ഒന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴായാലും നമ്മൾ ഹേതിൻ്റെ കാര്യത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ അവൻ എല്ലാവരുടെയും കൂടെ പോയിക്കോളും. അപ്പം പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ടയേർഡ് ആവുന്നില്ല. അവനും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അൽഫോൻസാമ്മയുടെ പള്ളി എത്തിയ സമയത്ത് എനിക്ക് വലിയൊരു നന്ദിയായിരുന്നു കേട്ടോ പറയാനുണ്ടായിരുന്നത്. സാധാരണ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരുപാട് ലിസ്റ്റുകളുണ്ടാവും. പക്ഷേ ഇത്തവണ വലിയൊരു നന്ദിയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഡെലിവറി സമയത്തും പ്രഗ്നൻസി സമയത്തൊക്കെ. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ അവൻ ആരോഗ്യത്തോടെ തന്നതിന് വലിയൊരു നന്ദി പറയാനായിരുന്നു കേട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് അത്രയും സ്പെഷ്യലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അൽഫോൻസാമ്മയോട് നന്ദിയൊക്കെ പറഞ്ഞ് കല്ലറയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. നമ്മൾ ഇത്രയും ലോങ് ഓടി ചെല്ലുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോയി അത്യാവശ്യം നേരം കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പയ്യെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വഴി സൈഡിൽ ഇഷ്ടംപോലെ പൈനാപ്പിളും അതുപോലെ ചക്കയൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പയ്യെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരുപാട് നേരം ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് പയ്യെ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലത്തെ ഫുഡ് കഴിക്കൽ അത്ര സെറ്റല്ലായതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ കാര്യമായി തട്ടാൻ വേണ്ടി രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കാര്യമായൊരു സ്പോട്ട് തപ്പിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മുടെ ഹേതിനൊരു ജ്യൂസ് ലവർ ആയതുകൊണ്ട് ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഹേതിൻ്റെ കാര്യം സെറ്റാണ് കേട്ടോ. അവനത് കുടിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനമാണ്. ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടനേരം എന്നും പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലുള്ളൊരു നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ നല്ല വെയിലുള്ള സമയത്താണ് ചെന്നിറങ്ങുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റി ചേട്ടൻ ഹേതിനെ കണ്ടിട്ടാന്ന് തോന്നുന്നു നമുക്ക് നല്ലൊരു കൊടയൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഒരുപാട് ബഹളവും തിരക്കൊന്നും ഇല്ലാതെ നല്ലൊരു ആംബിയൻസ് ആണ്. എന്നാൽ അത്യാവശ്യം നല്ല ആൾക്കാർ വന്നും പോയിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഷും ചിക്കനും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3ഉം നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. നമ്മുടെ രാവിലത്തെ ഫുഡിൻ്റെ വിഷമം ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ എന്തായാലും അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല എല്ലാവരും എൻജോയ് ചെയ്ത് വേഗം നമ്മുടെ കുറുവലങ്ങാട് പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടൊരു റോഡ് ഇട്ടോ, അടിപൊളിയായിട്ടോ, രക്ഷയില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ ഭയങ്കര രസമാണ്. ദൂരേന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തതാണ് കേട്ടോ. കാരണം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. നമ്മളവിടെ ചെന്ന സമയത്ത് അവിടുത്തെ പള്ളിയിൽ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരമായിരുന്നു പരിപാടി. അതുകൊണ്ട് പള്ളി നിറച്ചും ആൾക്കാരായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന സമയത്ത്. കുറുവലങ്ങാട് പള്ളി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ളൊരു പള്ളിയാണ് കേട്ടോ. നമ്മുടെ മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടൊരു പള്ളിയാണ് കേട്ടോ. കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അവിടുത്തെ 3 നോമ്പും അവിടുത്തെ കപ്പൽ പ്രദക്ഷിണമൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പോയി അവിടുത്തെ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊരു നെയ്തുറവയുണ്ട്. അപ്പോൾ അവിടുന്ന് വെള്ളം കുടിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ പള്ളി മണി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അവിടുത്തെ ചാപ്പലിലൊക്കെ ഓരോരുത്തർ വന്നും പോയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും തന്നെ പ്രാർത്ഥനയുണ്ട് എന്ന് തോന്നുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.